ഈ കൊന്ത്രാത്തുള്ളി എല്ലാം ഒപ്പിച്ച ഇയാൾ പറയാ ഭക്തം മരിക്കും പോലെ, ഭക്തം ചെയ്തതുപോലാണോ ചെയ്യുന്ന മുഴുവൻ? ജനത്തെ തെറ്റിച്ചു. 10 രൂപ കിട്ടുമെന്നോർത്ത് ഉപദേശത്തിന് അയവൊന്നും വരുത്തരുത്. ഇപ്പൊ അനേക വാസന്മാരുണ്ട് പിന്നെ ആഭരണം ഇടരുതെന്ന് പറഞ്ഞ പ്രശ്നമാണ്. കാരണം കാശുള്ള പല ആൾക്കാരും ഉണ്ട്. ഇടരുതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരികയില്ല, ഓത്ര കാഴ്ച. അതുകൊണ്ട് ഇപ്പോൾ പാഷന്മാർ പറയുന്നത് ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട, ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷിലേക്ക് തെറ്റിയോ? എന്നാ എങ്ങനെ ഉണ്ടാ? 10 രൂപ കിട്ടാനാ? ബർത്ത്ഡേക്കും പോകും, എല്ലാത്തിനും. ബർത്ത്ഡേക്ക് പോയി ആഘോഷമേ, ബലൂണുമൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ തൂക്കിയ ചിലപ്പം 10 രൂപ. ഇങ്ങനെയുള്ള ചില ചടങ്ങുകൾക്ക് ചെന്നാലേ 10 രൂപയൊക്കെ. പിന്നെ എന്തിനാ ഉള്ള കഞ്ഞിയിൽ പ്രമാണം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന? ഈ കാശെല്ലാം മേടിച്ച് വെച്ച് പുള്ളിയുടെ അന്ത്യം എങ്ങനായിരുന്നു? ഇഷ്ടം പോലെ കാശ് കിട്ടി, അവസാനവും എൻ്റെ പ്രിയരെ ഭയത്തോടെ പറയുക, കാശൊന്നും ഒത്തിരി കിട്ടിയില്ലെങ്കിലും, ഒത്തിരി ഒന്നും സമ്പാദിക്കാൻ ഒത്തില്ലെങ്കിലും ആരംഭത്തേക്കാൾ നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ആ സമയം പാഴാക്കാതെ യാത്ര തുടരാ. ഞാൻ നിന്നെ ഒരു നാളും. നമുക്ക് രണ്ടുമൊക്കെ അറിയാവുള്ള അമ്മേ. അമ്മയ്ക്കും അറിയാം ദൈവത്തിൻ്റെ മകൻ. ആട്ടെ, കടുക് താളിക്കാനെങ്കിലും 1-2 ഉണ്ടല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, ആരംഭത്തേക്കാൾ അവസാനം. ബിലയാമിൻ്റെ ഉപദേശം ഇവനെ പൂള വെച്ച് കൊടുത്ത്. അവൻ പൂള വെച്ച് കൊടുത്ത് പ്രമാണം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നും. ആരോഗ്യൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട്. കാശുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപദേശത്തിന് അയവ് വരുത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇച്ചിരി തിന്നോർത്ത ഉടനെ ഇതല്ലേ ഇപ്പോഴത്തെ സംസാരം. ഇച്ചിരി ഒന്ന് അടിച്ചെന്നോർത്തു. തന്നെ പൗലൂസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അജീർണത നിമിത്തം എന്നും അങ്ങ് അജീർണതയാ. ഇച്ചിരി നേർച്ച സാധനം കഴിച്ചെന്ന് ഓർത്തോടനെ തന്നെയല്ല ഭോജ്യങ്ങൾ വയറ് ഭോജ്യത്തിന് മഞ്ഞ സ്വോത്രത്തോടു കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും വർജിക്കേണ്ടെന്ന് ഇവനെ പൂള് വെച്ച് കൊടുത്ത്. 2 വിഗ്രഹാർപ്പിതം കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചോളാം എന്ന് പറഞ്ഞ് വേർപാട് നശിപ്പിക്കണം. അതിനാ വേർപാട് പാലിക്കുന്ന ജനത്തിൻ്റെ നടുവിലാ ദൈവം. അല്ലാതെ ആള് കൂടുന്നിടത്തും ബഹളം ഉണ്ടാക്കുന്നിടത്തൊന്നും അല്ല. ആള് കൂടുന്നിടത്ത് ആ ദൈവം വരുന്നെങ്കിൽ കുംഭമേളയ്ക്കാ. കണ്ടമാനം ബഹളം ഉള്ളിടത്താ വരുന്ന. എരുമയിലൊക്കെ എന്ത് ബഹളമാണ് നടക്കുന്നത്. വേട്ട തുള്ളുമ്പോളേ അടിച്ച് പെരിപ്പിച്ച്. അയ്യോ, നമ്മൾ ബസ്സേ പോയാലോ നമുക്ക്. ആള് കൂടുന്നതും ബഹളമൊന്നും അല്ല ദൈവത്തിൻ്റെ വിഷയം. 23:14 വായിച്ച ആവർത്തനം ഒത്തിരി ഞാൻ നിർത്തട്ടെ, 9 ആയി. പിന്നെയും കൂട്ടി വെച്ചോ. 23:14 വായിച്ചേ, പെട്ടെന്ന് വായിര്.
ഓ വായി ആ നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ ദൈവം നടക്കുന്നു. അടുത്ത വാക്യം. ദൈവം പുറകിൽ ആരാ വായിച്ചേ? ഇവിടെ ഒന്ന് വായിപ്പിച്ചോട്ടെ, മൈക്കിൽ കൂടെ, പിണക്കമില്ലല്ലോ. ഓക്കെ, വായിച്ചേ. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ. അവൻ വൃത്തികേട് കണ്ടാ ദൈവം വിട്ടകലും. നിന്റെ പാളയത്തിനകത്ത് വൃത്തികേട് കണ്ടാ ദൈവം നിൽക്കത്തില്ല. വലിയ പള്ളിയൊക്കെ പണിതിട്ടിരിക്കുക, വല്ല AC ഒക്കെ ആക്കി, വലിയ ഹാളുമൊക്കെ ആയി, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പുകാര്, സിസ്റ്റമ്, പിന്നെ എല്ലാം നല്ലതാണ്. ഞാനെതിരല്ല, എല്ലാം ദൈവം അതൊന്നും നോക്കി നിൽക്കുന്ന ആളല്ല. സിസ്റ്റം കണ്ടാണോ ദൈവം നിൽക്കുന്നത്? കൊയറുകാർ ഒരേ ഡ്രസ്സിങ്, അവരുടെ നിപ്പ് പാട് നല്ലതാ, എല്ലാം യോഗ്യമായിരിക്കണം, അതൊക്കെ നല്ലതാ. അതല്ല ദൈവത്തിൻ്റെ വിഷയം. പാളയത്തിനകത്ത് വൃത്തികേട് വല്ലതും ഉണ്ടോ? നൂറ്റന്നങ്ങ കൊയർ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫോട്ടോയൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ എതിരല്ല കേട്ടോ. യോഗ്യമായിരിക്കണം, നന്നായിരിക്കണം, സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. കാരണം ദാവീദ് എല്ലാ ക്രമത്തിലാണ് എല്ലാം ചെയ്തത്. അതിനൊക്കെ അഭിനന്ദിക്കുന്നു, നന്നായിട്ടാണ്. അതിലുപരി വൃത്തികേട് വല്ലോ ഉണ്ടോ പാളയത്തിൽ? 4 പാളയമാ. രൂബേന്യ പാളയം, യഹൂദ പാളയം, എബ്രയീം പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിന് 3 ഗോത്രം വെച്ച് 4 12. ഓരോ പാളയത്തിന് ഓരോ കൊടി, ഓരോ കൊടിക്ക് ഓരോ എമ്പളം. ആ പോക്കൊക്കെ നല്ല. ആ 24:5 വായിച്ച് ഒത്തിരി വാക്യങ്ങൾ പ്രകാശിക്കുന്നു. സംഖ്യ 20 ഇത് മറയ്ക്കരുത്, അത് മറയ്ക്കാതെ കണ്ട്. സംഖ്യ 24:5 പെട്ടെന്ന് വായു. നിന്റെ കൂടാരങ്ങൾ, ഇത് പുള്ളിയെ വിളിക്കുന്നത് പോലെ ഉണ്ടല്ലോ. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. 4 പാളയം. ഈ പാളയം അങ്ങോട്ട് പുറപ്പെടുമ്പോൾ പോകുന്ന പോക്കും അടിക്കുന്ന പാളയം കണ്ടാൽ എത്ര ഓർഡറാ, നല്ല സിസ്റ്റമാ. സംഖ്യാപുസ്തകം 1:52 വായിച്ചേ. സംഖ്യ 1:52 പെട്ടെന്ന്. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഇങ്ങനെയാ ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും താന്താന്റെ കൊടിക്കരികിൽ. എന്നെ പറഞ്ഞാൽ ഉണർവ് കയറുമ്പോൾ വേറെ പാളയത്തിൽ ചെന്ന് കയറുകയല്ല. തുള്ളി ആണുങ്ങളുണ്ട് ഭാഷയുടെ ഭാര്യ ഇതിനെല്ലാം തടഞ്ഞുകൊണ്ട് 2 എണ്ണത്തിന് ഇതിലേ കൊണ്ടുവരുമ്പോൾ 3 എണ്ണം അതിലേ പോവുക. ഉടനെ നമ്മൾ പറയാം ഭയങ്കര എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. ഈ പോലക്കേട് കാണിക്കുന്നതാണോ എന്തെന്നില്ലാത്ത സാന്നിധ്യം? ഇത് സുബോധത്തിന്റെ ആത്മാവാ. മണിക്കൂറുകൾ നൃത്തം ചെയ്ത് ആരാധിക്കാം, പക്ഷെ ഒരാൾ സ്പർശിച്ചാൽ അറിയാം. ബഹുമാന്യ സഹോദരിമാർക്ക് അറിയാതെ മൂടുപടം തലയിലിട എത്ര ആത്മനിറവിലാണെങ്കിലും അല്പം മാറിയാ അറിയാം. ഇത് തലയെ കിടക്കുന്നതും പോയി, ദേഹത്തിട്ടതും പോയി, അങ്ങ് ചാട്ടം. പിന്നെ ഒരാൾ തുണി തേണ്ട എൻ്റെ ഇല്ലാതാണോ ഞാൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും താന്താന്റെ കോടിക്കരികിലും. അതുകൊണ്ട് കണ്ടാച്ച പറഞ്ഞ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹര. നല്ല അടുക്കടുക്കായിട്ട് ചിട്ട വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും ദൈവസഭ കുത്താടിഞ്ഞതല്ല, ക്രമമുണ്ടല്ലോ അതിനും. പൗലോസ് പറഞ്ഞതൊക്കെ എന്താ? ഉചിതമായിട്ടും ചന്തമെന്നൊന്നും വേറെ പുസ്തകത്തിലില്ല, ക്രമമായിട്ടും. അങ്ങനെ ഡീസൻലി ആൻഡ് ഓർഡർലി. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാം നല്ല ഉചിതവും ക്രമമായിരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെ ഇവരുടെ പോക്ക് ഇങ്ങനെ പോയപ്പോ ഇവൻ ഇതിനകത്ത് കുരുക്കൊപ്പിച്ചു. ബിലയ ഇവൻ പറഞ്ഞ ഇവര് ചാപ്പാട് കൊടുക്കാൻ പറഞ്ഞു.
വിഗ്രഹാർപ്പിതം കൊടുത്തു. 2, പാളയം ശുദ്ധമായിരിക്കണം. അപ്പം ഇവൻ പൂള് വെച്ച് കൊടുത്തു. ഇവന്മാരെ ഒതുക്കാൻ ഒറ്റ പോംവഴിയുള്ളു. ഈ പെണ്ണുങ്ങളെ ഒരുക്കിയേച്ച് ഇവന്മാരുടെ ഇടയിലോട്ട് മോബാബി സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരെ നന്നായിട്ട് ഒരുക്കണം. അപ്പോൾ അവളുമാർ നന്നായിട്ട് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് പിരിയുമൊക്കെ വടിച്ച്, ഞാൻ തെളിച്ച് പറയാം, കൈക്കിറക്കില്ലാത്ത ബ്ലൗസും ഇപ്പം കല്യാണത്തിന് കൊണ്ടുവരുന്ന കണ്ടില്ലേ ബന്ധുക്കോസുകാർ? കണ്ടിട്ടില്ലേ? ഓവർസിയർ മിണ്ടുകയല്ലോ, ഡിസ്ട്രിക്ട് പാസ്റ്റർ മിണ്ടുകയല്ലോ, സൂപ്രണ്ട് മിണ്ടുകയല്ലോ, പലയിടത്തും. എല്ലാവരുടെയും കാര്യമല്ല. പാവം പിടിച്ചവനാണെങ്കിൽ അവൻ്റെ നെഞ്ചത്ത് കുതിര കയറും. ഉടനെ അവന്മാർക്കെല്ലാം അങ്ങ് പ്രമാണം വളകും. കെടി കെട്ടിയവനാണെങ്കിൽ ഒരു പ്രമാണവും ഇല്ല. ഒരു പ്രമാണവും ഇല്ല. ഞാൻ എന്നോട് ചോദിച്ചു ഇതൊക്കെ എന്തിനാണ്? ഞാൻ പറഞ്ഞു ഇതൊക്കെ കാണിക്കാനും കൂടാ. കല്യാണത്തിന് ഒരുക്കിക്കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യമാ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യമാ. മൂടുപടമായിടേണ്ടത്. അത് മൂടുപടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്ന TPM-കാരെയാ. നിങ്ങൾ പോയി കല്യാണത്തിന് കൂടണത് ഇങ്ങനെ ഇരിക്കുന്നു. വിവാഹം കഴിഞ്ഞും മദർ എന്ന് നമ്മുടെതൊക്കെ കയറി വരുന്ന കണ്ടിട്ടുണ്ടോ? എന്തോ കണ്ണടച്ചിരുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല ഒന്നും. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഈയിടെ ഒരുത്തിയെ ഒരുക്കിക്കൊണ്ട് വന്നു. ഓപ്പണായിട്ട് പറയാം, കണ്ടോ? അന്ന് ഉണ്ടായിരുന്നോ മാമ? ഒന്നുമില്ല. അയ്യോ, എന്തോ ചെയ്യാനാ? പാഷന്മാർക്ക് മിണ്ടാൻ പറ്റുമോ? മിണ്ടിയ ഉടനെ പുള്ളി അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ. അത് മേടിച്ച് പാഷയുടെ ഭാര്യ പറയും, നിങ്ങളൊന്നും മിണ്ടണ്ട, അവനൊക്കെ എങ്ങനെയും വരട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം. നമ്മൾ എങ്ങനെയും 3 വർഷം ഇവിടെ തയ്ക്കാൻ നമ്മുടെ പാടേഗതി. നമ്മൾ ഇവനെയെല്ലാം തുണി ഉടിപ്പിക്കാൻ നടക്കും. നിങ്ങൾ തന്നെ എന്നെ അങ്ങ് തുണി ഉടിപ്പിച്ചാൽ മതി. പ്രശ്നമാണ്, മിണ്ടാനൊക്കത്തില്ല. ഉടനെ അമ്മയെ തല്ലിയാലും 2 പക്ഷമില്ലേ? ഒരു കൂട്ടർ വേടാ അമ്മയെ തല്ലിയത് മോശമാടാ, എന്തുവാന്ന് നേരത്തെ തല്ലേണ്ടതായിരുന്നു. നീ എത്ര താമസിച്ച് ഫെബ്രുവരിയിൽ അടിക്കേണ്ടതായിരുന്നു, നീ മാർച്ചിലാണോ അടിച്ചേ? എല്ലാത്തിനും ഉണ്ട് 2 പക്ഷം. ആരാ ഇത് നിയന്ത്രിക്കുന്നേ? ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരുക്കി അങ്ങോട്ട് ഇറക്കിയാക്കാൻ ഇവന്മാരുടെ ഇടയിലോട്ട്. ഇവന്മാരാണെന്ന് ജീസസ് വിക്ടറി എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. ഇപ്പം ഗ്ലോറി ടു ഗോഡ്, ജീസസ് പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഇവന്മാരുടെ ഇടയിലോട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ ഇവളുമാർ പെട്ടെന്ന് പിരിയുമൊക്കെ പഠിച്ച് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് നഖത്തേലുമൊക്കെ പോളിഷുമൊക്കെ അടിച്ച് അറ്റപ്പറ്റ തുണി അത്യാവശ്യത്തിന് അത് വല്ലാതെ ഇവളുമല്ല ദിന്തരികടവും വെച്ച് അങ്ങോട്ട് എങ്ങനെ പോയെന്നുള്ളതിന് ഒരു ചെറിയ സൂചന തരാം, ഒത്തിരിയില്ല. യെശയ്യാ പ്രവചനം 3:16 പെട്ടെന്ന് വായിച്ചോ. സിയോൻ പുത്രിമാരുടെ കാര്യമാണെങ്കിലും പോയ എങ്ങനെയാണ്? പെട്ടെന്ന് വായിര് 3:16. അത് തന്നെ. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ കഴുത്ത് നീട്ടി നിഗളിച്ച്, ഒന്ന് നികളം, 2 കഴുത്ത് നീട്ടാന്ന് പറഞ്ഞാൽ പള്ളി പിടിച്ച് വലിച്ചെന്നല്ല. ഈ ചുരിദാറാന്നേലും ബ്ലൗസ് ആന്നേലും ഏത് വസ്ത്രമാന്നേലും ഇറക്കം കണ്ടമാനം താഴോട്ട് പോയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. അതിന് അന്തസ്സുള്ള മാന്യരായ നല്ല സ്ത്രീകളുണ്ട്, ധാരാളം പേരുണ്ട്. അവരൊക്കെ കഴുത്തുമൊക്കെ കയറും, പുറകുമൊക്കെ കയറി ഇവിടെ ഒക്കെ ഒത്തിരി ഇറങ്ങും. നല്ല യോഗ്യമായിട്ട് എത്ര പേരുണ്ട്, നല്ല നല്ല യോഗ്യമായിട്ട് നന്നായിരിക്കുന്നു. വേണ്ട ചുരിദാർ നല്ലതല്ലേ, വേണ്ട വായിക്കോ, നന്നായിരിക്കും. ഇത് അറ്റപ്പറ്റ ഉടുത്തോണ്ട് വന്നിട്ട് അവസാനം കിടന്ന് പൊളയുക പിടിച്ചോളാം. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നോക്കണ്ടേ നിങ്ങൾ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ച കല്യാണത്തിന് പുരുഷന്മാരെന്ത് യോഗ്യമായിട്ടാണ് വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. അതെ, കൈയും കോട്ടും ഒക്കെ കെട്ടി, അല്ലെങ്കിൽ ഷർട്ടോ മുണ്ടോ പാൻറ്റും ഒക്കെ യോഗ്യമായിട്ട്. പെണ്ണുങ്ങളാണ് കൂടുതലും. പക്ഷെ ഒരു പുരുഷനെ സ്ത്രീയും കൂടെ മേൽവസ്ത്രമില്ലാതെ നിർത്തിയാൽ പുരുഷൻ നിന്നാൽ വലിയ കുഴപ്പമില്ല, സ്ത്രീ നിന്നാലാ പ്രശ്നം. അങ്ങനെ വൃത്തികേടുള്ള സ്ത്രീയുടെ ശരീരമാണ് കൂടുതൽ നന്നാക്കി കൊണ്ടുവരേണ്ടത്, മറച്ചു കൊണ്ടുവരേണ്ടത്.
ഇത് ഇറുകി പറ്റിയത് വിക്കിളിപ്പെടുത്തുന്നതും ഉടനെ നമ്മൾ പറയാം അങ്ങനെ പിന്നെ കല്യാണമല്ലേ ഒരിക്കലേ അതിന് നാട്ടുകാരെ മുഴുവനും കാണിക്കണോ? ഇത് കൂടുതലൊക്കെ ഇനി ഞാൻ തറയാണോ? ഇത്രയും പോരെ? വേണം ഇനി ആകാം. ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന ആളാ. നമ്മളെ ചിത്രത്തയ്യലുള്ള തുണി കൊടുക്കാതെ കൊണ്ടുവന്നല്ല, വസ്ത്രം ധരിപ്പിച്ച്. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണ യാമവൈ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ യാമവൈ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. പാടാൻ നേരമില്ല. അപ്പോൾ യോഗ്യമായിരിക്കണം. ഇപ്പൊ എല്ലാവർക്കും ലജ്ജയായതിൽ മാനം തോന്നുക. ലജ്ജയായതിൽ വലിയ ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. ചിലയിടത്തൊക്കെ ഫോട്ടോ എടുക്കാൻ വിളിക്കും കേട്ടോ. ഞാൻ കഴിവിൻ്റെ പരമാവധി അങ്ങ് മാറും. ബുദ്ധിമുട്ടാണ്. ചിലക്ക് പിന്നെ ഇതൊക്കെ കണ്ടോ അങ്ങ് ആസ്വദിച്ച് താന്ത് ഓടിച്ച് അങ്ങ് ഇരിക്കുക. ഒരു ഫോട്ടോ കൂടെ എടുത്തോളാനാ പണം. ഞങ്ങളെ രണ്ടുപേരെയും തന്നെ നിർത്തി അങ്ങ് ലജ്ജയായതിൽ മാനമാണ്. ഈ സ്ത്രീകളെയാണ് ഈ ചൊരുക്കി അങ്ങോട്ട് വിടാൻ പറഞ്ഞു. വിളുമാരം കൊണ്ട് തത്തി ഇറകണ്ണ് വിട്ട് കടുത്ത് വെക്കാൻ നീട്ടി അങ്ങോട്ട് ചെന്ന് അടുത്ത വാക്യം വായിച്ചേ. സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ അവരുടെ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചോറ് പിടിപ്പിക്കും. അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കുക. അന്ന് കർത്താവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല്ല്, കാതില്, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളക്കൂട്ട്, പട്ടുകച്ച, പരിമളപ്പെട്ട്, തകടുകൂട്ട്, മോതിരം, ചാൽവ, ദർഭപടം, ക്ഷോമപടം, കണ്ണപടം, മൂടുപടം, കല്ലാവ്, മൂടുപടം എന്നിവരെ നീക്കിക്കളയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പരുവത്തിന് ഇവരെ ഒരുക്കി അങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ഇവളുമാർ ഈ പരുവത്തിന് ഒരുങ്ങി ഇസ്രായേൽ പുരുഷന്മാരുടെ ഇവന്മാരിളകി. ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം മൂടി പൊതിച്ച് നടക്കുക. അന്നേരം വേണ്ടടാ ഇവരുടെ സഹോദരിമാര്. പിന്നെ റിബേക്ക അങ്ങോട്ട് ചെന്നപ്പം പിന്നെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. റിബേക്ക അങ്ങോട്ട് ചെന്നപ്പോളേ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ അല്ലേ? സഹാക്കിനെ കണ്ട പെണ്ണുങ്ങളങ്ങനെ മാന്യര്. അന്നേരം ഇവളുമാര് ഇങ്ങനെ തുള്ളി അറിയാമല്ലോ. അവളെ അവളുമാർ നമ്പർ കൊടുത്ത് മിസ് കോൾ കൊടുത്ത് കാര്യമായി. ഉടനെ അവസാനം കാര്യങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ഉടനെ അവർ പറഞ്ഞു, ഡാനി ഞങ്ങളുടെ ഒരു ഉത്സവമുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് അടുത്ത മാസം ആ കൺവെൻഷൻ എല്ലാ കൊല്ലം ഉള്ളത്. ഉടനെ അവൻ പറഞ്ഞു, പാസ് അറിഞ്ഞാൽ പ്രശ്നം. പാസ് അറിയണ്ട, ദൈവം വിഷയമല്ല, പാസ്സാ വിഷയം, ദൈവം ഒന്നും വിഷയമല്ല. എന്നെ പറഞ്ഞ അവിടെ വന്നാൽ എങ്ങനെ വന്നാൽ ഫുഡുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഫുഡാണ് അത്? ഞങ്ങൾ വിഗ്രഹത്തിന് കൊടുക്കുന്നതാണ്. അത് ആര് വന്നാലും. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ഞങ്ങളുടെ അവിടെ ഈ ഫുഡ് കഴിച്ചു വിഗ്രഹത്തെ വന്ന്. അവൻ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ നമസ്കരിക്കുന്നത്, പിന്നെ നിന്നെ ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കും? അവളെ ഓർത്ത് ചെന്ന് വിളിച്ചു, ചെന്ന് തിന്ന് വണങ്ങി. സംഭവിച്ചതോ 25-ാം അധ്യായത്തിന്റെ 9 വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. എങ്ങനുണ്ട്? 24,000 പേര് പട്ടുപോകാൻ മുഖാന്തരം ബിലയാമ. എന്നിട്ട് ഇവൻ നിന്ന് പറയുക, ഭക്തന്മാരും ആയിരിക്കും പോലെ. ഇവൻ പ്രമാണം തെറ്റിച്ചു ജനത്തെ കൊണ്ട്.
ഞാനിതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോടെല്ലാം പറയും, 10 രൂപ കിട്ടും, 10 കാശ് കിട്ടും, സ്ഥാനം കിട്ടുമെന്നോർത്ത് പ്രമാണത്തിന് അയവ് വരുത്തരുത്. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. പുരോഹിതന് സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത് ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. പുതിയ ശിഷ്യനും നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇളനായിക്ക് കടി അറിയത്തില്ല, ചപ്പറം ചിപ്പറം കടിക്കുകയല്ല, കടി അറിയാവുന്ന ഒറ്റ കടി പിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ദൈവത്തിന് മഹത്വം. ബിലയാം ഇങ്ങനെയൊക്കെ വിട്ടുകൊണ്ട് ചാകാൻ കാരണം ഇതാണ്. ഇവരെ കൊണ്ട് ദ്രോഹം ചെയ്യിപ്പിച്ചു ദൈവത്തിനെതിരെ. ദൈവത്തിന് മഹത്വം. ഉപദേശം വിട്ടുകൊടുത്തു. അതുകൊണ്ട് ആഗ്രഹം നടന്നില്ല. അത് മാത്രം പറഞ്ഞ് നിർത്തിയാൽ ഒക്കത്തില്ലല്ലോ. നടന്ന കാര്യം ഒന്നുകൂടെ പറഞ്ഞേച്ചു. ഒത്തിരി പറയാനുണ്ട്. ഞാൻ പ്രസംഗത്തിൻ്റെ ഒരു മുഖവര ആയതുള്ളൂ. എനിക്ക് ഇതെല്ലാം അടുക്കടുക്കായിട്ട് എൻ്റെ രീതിയിൽ പ്രസംഗിക്കണേ കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കിട്ടിയെങ്കിൽ ഓക്കെ. എന്നാലും പക്ഷേ നിങ്ങൾ ഇത്ര ഇരുന്ന് തന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരിക്കലേ കർത്താവ് അനുവദിക്കുകയാണേ, ഞാൻ ദൈവം അനുവദിച്ചാൽ പോയിച്ച് വരട്ടെ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന യാത്രയ്ക്കൊക്കെ വേണം. ദൈവം അനുവദിച്ചാൽ കൂടാം. ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരാൻ പ്രാർത്ഥിയില്ല. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. വചനത്തിന് ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്യം വായിച്ചങ്ങ് നിർത്താം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24. ആഗ്രഹം സാധിച്ച ഒരാളുടെ കാര്യം 5:24 വായിച്ചേ. ഉൽപ്പത്തി 5:24 പെട്ടെന്ന് വായിര്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ പുള്ളിയുടെ ആഗ്രഹം എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കണം. എപ്പോഴും നടക്കണം, എപ്പോഴും നടക്കണം. 65 വയസ്സായപ്പോൾ ഒരു മകനുണ്ടായി. വിശദീകരിക്കുന്നില്ല. മധുശാലേഖ്. പിന്നെ പുള്ളി ഒരു 300 കൊല്ലം ജീവിച്ച. 300 കൊല്ലവും ദൈവത്തോട്. ഹാനോക്കിനാണ് ഒരു പിടിയില്ല, ആകെ പിടി മേളില്ല. പിന്നെ പിള്ളേരും അത്ര ഭൗതികമായിട്ടൊന്നും വലിയ ഇല്ല, കലയും സംസ്കാരവും അങ്ങനെയുള്ളതൊന്നുമില്ല. ആകെ കൂടെ ഉള്ളത് ഇങ്ങനെ ദൈവത്തോടെ കൂടെ. ഇവനെ തട്ടാൻ എളുപ്പമല്ലേ. ഇത് സ്വർഗം കേട്ടു. ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചോദിച്ചു, മോനെ ഹാനോക്കെ, ഓ എന്തോ അപ്പച്ച, നമ്മളിപ്പോൾ എത്ര കൊല്ലം കൊണ്ട് നടക്കുക? അപ്പച്ച 300 കൊല്ലം. ഇനി നടക്കണ്ട കേട്ടോ. അയ്യോ എൻ്റെ അപ്പച്ച, ഇനി ഞാനങ്ങ് എടുക്കുക. ഹാനോക്കിനെ വകവരുത്തുവാൻ ലാമേക്ക് തന്ത്രങ്ങൾ ഒരുക്കി വെച്ചു. ശത്രുവിന്റെ കയ്യിൽ ദൈവം തന്റെ ദാസനെ കൊടുത്തില്ല. തന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കണം. ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഇവിടെ മരിച്ചാലേ വിശ്രമിച്ച് ഏറെ വർഷങ്ങൾ ഇവിടെ വിശ്രമിച്ച് കിടക്കും. അതുകൊണ്ട് അവൻ നിന്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോവുക. അങ്ങോട്ട് കൊണ്ടുപോയി ദൈവത്തോട് കൂടെ, ദൈവത്തോട് കൂടെ. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട് കേട്ടോ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. നല്ല ആഗ്രഹത്തെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്, കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നിവർത്തിക്കട്ടെ. ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തരാ നിൽക്കുവാൻ ആഗ്രഹമുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റും. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്.